ഗീറല്ല, അത് കാങ്കയാണ്. കാങ്ക എത്ര 85 ചോദിക്കുന്നുണ്ട്. 85? ഒരു 80 രൂപ നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വന്നാൽ കുറക്കും. 5 രൂപ കുറച്ചിട്ടും അതെന്തായാലും കുറക്കും. ഇതിൽ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കച്ചവടക്കാർക്കാണെങ്കിലും വാങ്ങുന്ന ആളുകൾക്കാണെങ്കിലും തൂക്കത്തിനാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലല്ലേ? തൂക്കത്തിനാക്കണം നല്ലത്. പറഞ്ഞ റേറ്റിനുള്ള റേറ്റിൽ സാധനങ്ങൾ കിട്ടും ചെയ്യും. നമുക്ക് ഒരാൾക്കും നഷ്ടം ഉണ്ടാവില്ല. ഈ തൂക്കത്തിനാണെങ്കിൽ നമുക്ക് ഒരു 220 റേഞ്ചിൽ കൊടുക്കാം. തൂക്കത്തിനാണെങ്കിൽ 220 കൊടുക്കാൻ പറ്റും. തൂക്കത്തിനാണെങ്കിൽ ഇപ്പൊ മൗച്ചാണെങ്കിലോ? മതിപ്പാണെങ്കിൽ 140. ഈ ബ്ലാക്ക് 65 രൂപ 60 രൂപ കിട്ടിയാ കൊടുക്കും. 60 കൊടുക്കും. ഇതൊരു 550 കിലോ ഉണ്ടാവും. 550 കിലോ ഉണ്ടാവും നിങ്ങളെ കാഴ്ചയിലുള്ളത്. കാഴ്ചയില് ഇനിയിപ്പോ അത്ര സംശയം ഉണ്ടെങ്കിൽ തൂക്കി നോക്കാം. അന്ന കഴിച്ച് തൂക്കിയാണ് മേനാട് കളറേ ജല്ലിക്കെട്ട്. എത്ര വയ്ക്കണ്ടേ? ഇത് നമ്മള് 80 രൂപ വയ്ക്കുന്നുണ്ട്. 80 രൂപ 2.25 മേലുണ്ടാവും. 2.50 ഒക്കെ ഉണ്ടാവും. ഇറച്ചിട്ടല്ലേ? ഇറച്ചിട്ടും. ഇത് എത്ര കൊടുത്തപ്പോ? ഇത് 1.25 നമ്മൾ കൊടുത്തത്. 1.25 കൊടുത്തത്. രണ്ടും കൂടി റേറ്റ് ആണ്. അതെ. അല്ല മുജീബ്, കണ്ടമാനം കാളകൾ ഇപ്പൊ വലിയൊരുനാളായിട്ട് ഇറക്കിക്കണല്ലേ? കണ്ടമാനം സ്റ്റോക്ക് ഇറക്കണല്ലേ? വലിയൊരുനാളായോണ്ടല്ലേ? കാളിന്റെ പോത്തുണ്ട് എല്ലാം ഉണ്ടല്ലേ? ഇപ്പൊ കുറഞ്ഞ റേറ്റിനാ കൊടുക്കുന്നുണ്ട്. എല്ലാ റേറ്റിനും കൊടുക്കണ്ടല്ലേ? നിങ്ങള് ലൈവായിട്ട് തൂക്കി കൊടുക്കേണ്ട പരിപാടി ഉണ്ട്. അങ്ങനെ കൊടുക്കാം. മതിപ്പിനും കൊടുക്കും. ലൈവായിട്ട് തൂക്കിട്ടാണ് അങ്ങനെ കൊടുക്കും. എന്നാ ഏകദേശം ഇതൊക്കെ അത്യാവശ്യം തൂക്കണ്ടാവുന്നല്ലേ? നിങ്ങൾ സുമാറിൽ ഏകദേശം 550 കിലോ ഉണ്ടാവും. 550 കിലോ ഉണ്ടാവും നിങ്ങളെ കാഴ്ചയിലുള്ളത്. ഇനിയിപ്പോ അത്ര സംശയം ഉണ്ടെങ്കിൽ തൂക്കി നോക്കാം. അന്ന കഴിച്ച് തൂക്കിയാണ് കഴിച്ചു നോക്കാം. കാണാലോ നമുക്ക് അല്ലേ? അതെ, ഇപ്പൊ കാണാം. നിങ്ങള് പറഞ്ഞതിൽ കുറവാ സംവിധാനം നമ്മളോട് വരുത്തിക്കണല്ലോ. തുലാസ് ഉണ്ടല്ലോ. തുലാസ് ഉണ്ടായോണ്ട് നമുക്ക് തൂക്കി വെക്കല്ലേ? നല്ല കുത്തലത്തിന് സാധനം അല്ലേ? അതെ. നല്ല ഉഷാറാണ്. 550 മേലക്കല്ലാതെ കുറയില്ല. അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. 550 എന്തായാലും ഉണ്ടാവും. 550 ഉണ്ടാവും. നമ്മൾ തൂക്കി നോക്കില്ല. തൂക്കി നോക്കാം. അതെ. സുമാറ് നമ്മൾ പറയാം. ആര് ബേജാറാർക്കും വേണ്ട. അത് വേണ്ട. തൂക്കിയിട്ട് അതിന്റെ മതിപ്പള പറഞ്ഞു കൊടുക്കൂലേ? അതാണ് നമുക്ക് വേണ്ടത്. മുമ്പ് കാലങ്ങളിൽ ഈ സംവിധാനം അല്ല. ഇപ്പൊ ഇത് വന്നല്ലോ. ഏത് കന്നിനെ നമുക്ക് തൂക്കി വെക്കാൻ പറ്റും. ഈ തൂക്കത്തിനാണ് റേറ്റ് വെച്ചാൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയാണല്ലേ? ആർക്കും വന്നുകാണ്ട് കന്നാളെ വാങ്ങാൻ പറ്റും. കാരണം ഇത് അറിയുന്ന ആള് വേണമെന്നില്ല. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. എടാ ഒന്ന് വന്നാ സനുവാ. ഇത് 572 71 72. 550 പറഞ്ഞ 570 72 ലെവലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 550 മേലെ ഉണ്ടാവുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞില്ലാതെ തൂക്കം ഉണ്ടാവും. അപ്പൊ ആ കാര്യത്തിലും പേടി അടിച്ചിട്ടല്ലേ? അതിനൊരു പേടിയും പേടിക്കണ്ട. ഈ തൂക്കത്തിനാണെങ്കിൽ നമുക്ക് ഒരു 220 റേഞ്ചിൽ കൊടുക്കാം. തൂക്കത്തിനാണെങ്കിൽ 220 കൊടുക്കാൻ പറ്റും. തൂക്കത്തിനാണെങ്കിൽ ഇപ്പൊ മൗച്ചാണെങ്കിലോ? മതിപ്പാണെങ്കിൽ 140. ആ ലെവലില് റേറ്റ് വരുന്നില്ലേ? 140 നമ്മൾ ചോദിക്കും. അത് ചോദ്യാണ്. പിന്നെ 125 നമ്മൾ കൊടുക്കും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ വലിയനാളെ കണ്ടമാനം സാധനം പോകണ്ടാവല്ലോ? പോകണ്ടേ. ഇന്നലെ വന്ന ലോഡാണ്. ഇന്നലെ വന്ന ലോഡാണ്. സാധനം കേൾക്കിട്ടൊന്നുമില്ല. കേൾക്കാനൊന്നും സമയം കിട്ടിയില്ല. കസ്റ്റമർ ഇങ്ങനെ വരുന്നുണ്ടേ. അതെ. ഒരുപാട് കാള വിട്ടിട്ടുണ്ട്. ഒരുപാട് കാളൊന്നും വിട്ടിട്ടുണ്ട്. ഇന്നലേറ്റൊക്കെ ഒരുപാട് കാള വിറ്റിട്ടുണ്ട്. വിറ്റുണ്ടല്ലേ? ഇപ്പൊ നമ്മൾ അതുപോലെ ആ ദമ്മോല് കാണിക്കും. അല്ല കുത്തലൊത്തില്ല. കാളാൾക്ക് പിന്നെ അങ്ങനെ ഉണ്ട്. പോത്താളമാരല്ലേ? പോത്താളമാരല്ല. ഫവറേ ഒരു കാണിക്കും. ഇതിപ്പോ നമ്മള് പോത്താണെങ്കിലേ ലൈവ് നമുക്കൊരു 230 കൊടുക്കാൻ പറ്റും. പോത്താണെങ്കിൽ 230 ലൈവ് തൂക്കിക്കാണ്ട് 240 തൂക്കിക്കാണ്ട് കൊടുക്കൂല്ലേ? തൂക്കി കൊടുക്കാൻ. കാലാണെങ്കിൽ 220 കൊടുക്കാൻ പറ്റും അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നിലവിൽ കൊടുക്കുന്നത്. അത് നമ്മള് തൂക്കിക്കാണ്ടാണെങ്കിൽ ഇപ്പൊ അതല്ലാതാണെങ്കിൽ മേനിക്കുള്ള റേറ്റ് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാം. ഇത് എത്ര പറഞ്ഞാൽ ഇത് 140 ചോദിക്കണ്ട്. നമ്മളിങ്ങനെ മേനിക്കുള്ളത്. മേനിക്ക് നമ്മളൊരു 125 കിട്ടിയാൽ കൊടുക്കും. 1.25 കിട്ടിയാൽ കൊടുക്കും. അതാണ് അതിന്റെ കണ്ടീഷൻ. അതാണ് നീ തൂക്കണ്ട ചോദ്യം ചോദിക്കണം. ഇതിന്നൊക്കെ നമ്മൾ പോകാനായിക്കണം. മതിപ്പെന്നൊക്കെ നമ്മൾ പോകാനായിക്കണം. തൂക്കിയിട്ട് ലൈവായിട്ട് അത് എത്രയാണോ അതിന് പൈസ വാങ്ങാം.
അതാ മെയിൻ ആയിട്ട് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പണ്ടേരുന്ന സംഭവം ഉണ്ടായില്ലേ? പണ്ടേന് സംവിധാനമല്ലല്ലോ, അതാണ് സംവിധാനമായല്ലോ. നമ്മൾ തൂക്കി നോക്കിയിട്ട് എത്രയാണോ നമ്മൾ വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. ഹൃദയത്തിന്റെ പേസ് ഇങ്ങനെ വാങ്ങാൻ പാടില്ല ശരിക്ക്. അതാണ് നമ്മളൊരു മോഹവിലക്ക് എടുക്കേണ്ട കന്നാണത്. ഇതിപ്പോ ആ തൂക്കത്തിന്റെ വില തോന്നാൻ മതി നമുക്ക്. തൂക്കത്തിന്റെ റേറ്റ് തന്നാൽ മതി. തൂക്കത്തിന്റെ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്ന ഒരാൾ വേണം. മറ്റപ്പം ഒരു കന്നിനെ വാങ്ങാൻ വരുമ്പോഴേ ഒരാളെ കൊണ്ടുവരും. ഓല് പറയുന്നതനുസരിച്ചാണ് സാധാരണക്കാർക്ക് എടുത്തു കൊടുക്കല്ലേ. ഇതിപ്പോ അതിന്റെ ആവശ്യം നമ്മളെ കടയില് ഇല്ല, ആവശ്യമില്ല. ഏതൊരു കുട്ടിയാക്കെന്നാലും സാധനം കൊണ്ടുപോകാം. ഒരു 10 വയസ്സായ കുട്ടി വരാണ് എനിക്കൊരു കാള പാടെന്ന് പറഞ്ഞാല് നമുക്ക് അതിനെ പിടിച്ചു കൊടുക്കാൻ പറ്റും. അതെ, ഇനി വണ്ടി കയറ്റി പരിപാടി അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ആണുങ്ങളെ വരണമെന്നില്ല, പെണ്ണുങ്ങൾ വന്നാലും മതി. കാരണം ഇത് തൂക്കത്തിനാക്കിയ പിന്നെ മതിപ്പിന്റെ ആവശ്യമില്ലല്ലോ. പെൺകുട്ടിയാക്കും വരാം, ആർക്കും വരാം. മതിപ്പിന്റെ ഒരാളെ ആവശ്യത്തിനില്ല. മറ്റേ നമ്മള് സാധാരണ ഇതിലേ ഒരാളെ കൊണ്ടുവരും, ഇതിനെപ്പറ്റി അറിയുന്ന ഒരാൾ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കുമ്പോ കൂടുതലാവോ ഞാന് ബേജാറായിരിക്കും. റേറ്റ് കൂടുമെന്നുള്ള പേടിയാണ് എല്ലാവർക്കും മെയിനായിട്ട്. ഇത് കൊണ്ടുപോയി നമ്മൾ കെട്ടുമ്പോഴാണ് ഒരു കല്യാണ പന്തലിലേക്ക് കൊണ്ടുപോയിട്ട് എത്ര ഉണ്ടെന്ന് ചോദിക്കും എല്ലാവരും. ഫുള്ള് ചോദ്യം എത്രയൊക്കെ വാങ്ങിയത്. അതേമാതിരി തന്നെ നമ്മൾ ഉദയത്തിനാണെങ്കിലും അക്കീകത്തിനാണെങ്കിലും ഒക്കെ ഈ ചോദ്യം ഇത് നിർബന്ധമാണ് ഇപ്പോഴത്തെ കണ്ടീഷനില്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരണം. അതില് സംവിധാനങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ ആ കണ്ടീഷനിൽ പോണം. എല്ലാവരും ജനങ്ങളത് ഏറ്റെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു. ഇതിപ്പോ എന്തായാലും 550 തൂക്കുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള വാണി തൂക്കി വെക്കാം. അല്ല എല്ലാം നോക്കണ്ട, നമുക്ക് പിന്നെ സംശയം വരുമ്പോൾ ആവശ്യക്കാർ വന്നോണ്ട് എത്ര തൂക്കണ്ട നിങ്ങളെ കാഴ്ചപ്പാടില്? ഏതാണ് ഒരു മതിപ്പ് എത്ര ഉണ്ടാവും? ഇത് മതിപ്പ് എത്രയെന്ന് ചോദിച്ചാല് ഇതിന് 60% നമുക്ക് മീറ്റ് കിട്ടും. 100 കിലോന് 60 കിലോ കിട്ടും. എത്ര തൂക്കം? ഒരു 350 കിലോ അതിനെന്തായാലും ഉണ്ടാവില്ല. 3.5 കിണ്ടൽ ഉണ്ടാവില്ല. ഇത് 350 കിലോ എന്തായാലും കിട്ടും. കിട്ടും. ബാക്കി എല്ലാം ഇതൊക്കെ ആയിട്ട് പോകും. ബാക്കി വേസ്റ്റ് പോകും. നമ്മൾ കോഴി വാങ്ങുമ്പോൾ എങ്ങനെയാണല്ലോ, ലൈവ് കോഴി ആകുമ്പോ എത്ര 1 കിലോന് 650 കിട്ടും. 350 വേസ്റ്റ് പോകും. ഇതിന് 400 വേസ്റ്റ് പോകും. നമ്മൾ നോക്കിയതാണ്. ചില കന്നുകളിൽ ചിലപ്പോ വയർ ഗ്യാസിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോ അതിന് കൂടുതൽ കിട്ടും. ഇത് ഏകദേശം എത്ര തൂക്കം ഉണ്ടാവുന്നത്? 5 കിലോ ഉണ്ടാവോ? ഏത് ഇത് അതിന് അടുത്തതാ? അത് ഏകദേശം ഒരു സെയിം തന്നെ ഉണ്ടാവും. കുറച്ച് മാറ്റം ഉണ്ടാവും. ഒരു 550 അടുത്ത് ഇതും ഉണ്ടാവും. അതിനെത്ര നമ്മൾ ചോദിക്കണ്ടേ? ഇതിന് നമ്മൾ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു 1.25 നമ്മള് മറ്റേ പറഞ്ഞു 5 രൂപേന്റെ കമ്മി ഉണ്ടാവും. 5 രൂപേന്റെ കമ്മി ഉണ്ടാവും. അതേപോലെ ഇത് ഏകദേശം എത്ര ഉണ്ടാവും? ഇത് പിന്നെ കുറച്ച് മൂരിയാണ്. മൂരിയാണ്, അതായത് ഉറച്ചതാണ്. അത് ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലേ? ഏകദേശം തൂക്കങ്ങളൊക്കെ ഏകദേശം ഒരേ മാർഗം. അതിന്റെ റേറ്റ് എത്ര ചോദിക്കണ്ടേ? ഇതിന്റെ റേറ്റ് 1.30 ചോദിക്കുന്നുണ്ട്. 1.30 ചോദിക്കണേ. 1.15 കൊടുക്കും. ഇത് ഏകദേശം തൂക്കത്തിലുണ്ടോ ഈ കാള? ഇത് ഏകദേശം നമുക്കൊരു 500 500 400 500 ഇടയിലുണ്ടാവും. ലൈവ് നമുക്ക് തൂക്കി കൊടുക്കാം. അങ്ങനെ സംശയം നമുക്ക് അയച്ചു തൂക്കാം. എത്ര ചോദിക്കണ്ടേ ഇതിനോ? ഇതിന് നമ്മള് 1.30 ചോദിക്കുന്നുണ്ട്. 1.30 ചോദിക്കണം. അതെന്തായാലും വരുമ്പോ കുറക്കും. അതെ, ഞാൻ ഇന്നലെ കൊടുത്ത കാളാണ്. ഇതൊക്കെ ഇന്നലെ കൊടുത്താണ്. അത് ഇന്നലെ കൊടുത്താണ്. ഒരു കൊണ്ടുപോകാൻ വേണ്ടിട്ടേ ഒരാളാറ്റാൻ വേണ്ടി ഇപ്പൊ കേക്ക് നിർത്തിയാണ്. ഒരാളായിട്ടുള്ള ഡെലിവറി കൊടുക്കാൻ വേണ്ടിക്കാണ്. ഇത് ഏകദേശം എത്ര തൂക്കണ്ട് ഇപ്പൊ? ഇത് ഏകദേശം ഒരു 530 കിലോ ഉണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? അത് ടോട്ടൽ വെയിറ്റ് മൊത്തത്തില് 2.25 മേലുണ്ടാവും. 2.50 ഒക്കെ ഉണ്ടാവും. ഇറച്ചിട്ടും ഇത് എത്ര കൊടുത്തപ്പോ? ഇത് 1.25 നമ്മൾ കൊടുത്തത്. 1.25 കൊടുത്തത്. രണ്ടും കൂടി ഒരു റേറ്റ് ആണ്. അതെ, 1.25 കൊടുത്തല്ലേ? ഒരാളായിട്ടുള്ള സാധനം. അതെ. പിന്നെ ഇതില് ചൊറുക്കനുസരിച്ച് റേറ്റ് ചെറിയ മാറ്റം വരും ചെയ്യും. ചൊറുക്ക് കൂടുമ്പോ റേറ്റ് കൂടും. റേറ്റ് കൂടും. അങ്ങനെ ഉണ്ടല്ലേ? കൂടും. മോഹവില ഉണ്ട്. ഇങ്ങനത്തെ സാധനമൊക്കെ മോഹവിലാണ്. മോഹവിലയാണ്. പിന്നെ ഇതൊക്കെ എങ്ങനെ അതിന്റെ പുറത്തുള്ളതൊക്കെ ഏകദേശം ചെറിയ മാറ്റങ്ങളുള്ളൂ. ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് നമ്മള് ആന്ധ്രയിൽ നിന്നാണ്. നേരിട്ട് പോയി എടുക്കണ്ടോ? നേരിട്ട് പോയി എടുക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് എടുക്കണുണ്ട്. രണ്ടുമുണ്ട്. പാർട്ണർമാരെ എത്തിച്ചേരും. അതല്ലേ? അതാ നല്ലത്. റിസ്ക് ഇല്ല. മറ്റേ നമ്മള് ഭയങ്കര റിസ്ക് ആണ് ഇപ്പത്തെ കണ്ടീഷനിൽ പോകുമ്പോ. ഏകദേശം എന്തായാലും 4-5 ആ ലെവലിലൊക്കെയാണ് ഈ തൂക്കങ്ങള് വരുന്നില്ല. ഏകദേശം വരുന്നില്ലേ? റേറ്റ് ഒക്കെ ഏകദേശം അതേമാതിരി തന്നെ. ഒന്നിന് വില ഉണ്ടോ? ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും.
നമ്മള് ഇതിന്റെ മൊത്തം മതിപ്പ് നോക്കിയിട്ടല്ല വില പറയുന്നത്. ഇപ്പൊ ആ ലെവലിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ തൂക്കത്തിന് പറഞ്ഞ ആളുകൾ അത് ഏറ്റെടുത്തിട്ടില്ല, ജനങ്ങളെ ഏറ്റെടുക്കണം. വേണ്ടത് അങ്ങനെ ആകുമ്പോ നമുക്ക് സുഖമാണ്. ഇപ്പൊ നമ്മൾ തന്നെ വേണമെന്നില്ല, ഇത് മറ്റേ അറിയുന്ന ആൾക്കാർ വിൽക്കാൻ നിൽക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു പണിക്കാരെ നിർത്തിയിട്ട് തൂക്കത്തിലാക്കണമെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. ഇതിനെ അറിയുന്ന ആൾക്കാരനെ വേണം, നമ്മൾ എടുത്ത ആൾക്കാർ വേണം. എടുത്ത നമ്മൾ ലിസ്റ്റ് ആക്കിയിട്ട് വേണം അത് സപ്ലൈ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ലോസ് വരും. അങ്ങനെ ഉണ്ടല്ലേ, വാങ്ങില് കുറച്ച് കൊടുത്താൽ നമ്മള് നഷ്ടം വരുമല്ലോ. ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കച്ചവടക്കാർക്കാണെങ്കിലും വാങ്ങുന്ന ആളുകൾക്കാണെങ്കിലും തൂക്കത്തിനാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തൂക്കത്തിനാക്കണം നല്ലത്. പറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടും ചെയ്യും, നമുക്ക് ഒരാൾക്കും നഷ്ടം ഉണ്ടാവില്ല. നഷ്ടം വരും. നമ്മൾ തൂക്കത്തിന് വാങ്ങിക്കുക, തൂക്കത്തിന് കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ കൊണ്ടുവരേണ്ടത്. മാറ്റം കൊണ്ടുവരണം, അതാണ് മെയിൻ. നമ്മൾ എന്നും ആ പഴയ പാട്ട് പാടാൻ പാടില്ല, പാട്ട് മാറി പാടണം. ഇപ്പൊ നമ്മള് മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മളെ തേങ്ങ അടക്കൊക്കെ എണ്ണീറ്റാണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ മാറ്റം വന്നല്ലോ, ഇപ്പൊ തൂക്കത്തിനാണ്. അന്ന് ഇതേമാതിരി തൂക്കത്തിനായപ്പോ പലരും വിമർശിച്ചിട്ടുണ്ട്, നഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവരും കൃഷിക്കാരെല്ലാം എണ്ണം പോയി, എണ്ണത്തിന്റെ പരിപാടി അത് പോയി. ഇപ്പൊ വാഴക്കൊലൊക്കെ ഫസ്റ്റൊക്കെ ആണെങ്കിലും വാപ്പൊക്കെ മതിപ്പ്, അതൊരു ഒരു തോട്ടത്തില് 200 വാഴ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് വെട്ടുക 150 വാഴക്കാരം, അതൊരു വിലക്കാണ് കൊടുക്കുക. അങ്ങനെ പരിപാടി ഒന്നുമില്ല. പിന്നീടാണ് ഇപ്പൊ ഈ തുലാസും കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇപ്പൊ ഇതൊക്കെ തൂക്കത്തിനായത്. എന്നാലും ഈ കന്നുകാലി തൂക്കൽ ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ല. പോത്തുംകുട്ടികളെ തൂക്കൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഈ വലിയ അറിവ് കന്ന് തൂക്കൽ തുടങ്ങിയിട്ടില്ല. നമ്മളടുത്താണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്. നമ്മളെ അറിവില് നമ്മളാണ് തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ തന്നെ പെട്ടെന്ന് പരിപാടി നടക്കും. അതെ, നമുക്കൊന്ന് പായിപ്പിച്ച് പോയാലോ, വിലയും കാര്യങ്ങളും പറഞ്ഞാണ് പോയാലോ? പോവാ. അതെ, ഏകദേശം റേറ്റ് ഏതാണ് റേറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. ഇത് നമ്മള് 1.25 ചോദിക്കുന്നുണ്ട്, 1.25 ചോദിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തുള്ള ഇത് 1.15 ചോദിക്കുന്നുണ്ട്. 1.15. ഇതും രണ്ടും ഒരേ മാതിരി തന്നെയാണ്. 1.15 ചോദിക്കുന്നുണ്ട്. ഇത് 1.20 ചോദിക്കുന്നുണ്ട്. 1.20 അല്ലേ? ഇത് നമ്മളൊരു ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. ഉറുപ്പിന് ചോദിക്കുന്നുണ്ട്. ഇത് 95 ചോദിക്കുന്നുണ്ട്. 95. ഇതും 95 ചോദിക്കുന്നുണ്ട്. ഇത് ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. ഉറുപ്പല്ലേ? ഇത് ഉറുപ്പ് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് മുരിക്കന്നാളുണ്ട്. മുരിക്കന്നാളുണ്ട്. അതായത് നമ്മളെ ഇത് ഒഡീസിന്റെ മുരിയാണ്. ഒഡീഷ തന്നെയാണ്. ഒഡീസിന്ന് പുറത്ത് വാങ്ങിച്ചാണ്. രണ്ടിന്റെ മേലുണ്ടാവും. 2 മേലെ എന്തായാലും ഉണ്ടാവും. 80 റുപ്യ നമ്മൾ ചോദിക്കണം. 80 ചോദിക്കണ്ട്. പിന്നെ വരികയാണെങ്കിൽ പിന്നെ കുറക്കും. അതെ അതെ. ഇത് നമ്മൾ തമിഴ്നാട് നാടനാണ്. തമിഴ്നാട് കളർ ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മള് 80 റുപ്യ ചോദിക്കുന്നുണ്ട്. 80 റുപ്യ. 80,000 ചോദിക്കുന്നത്. 80,000 ചോദിക്കണം. 75 നമ്മൾ കൊടുക്കും. തൂക്കം ഏകദേശം എത്ര ഉണ്ടാവും? തൂക്കം ഏകദേശം ഒരു 1.5. അല്ല, ഒരു 1.80, 1.90 ഒക്കെ ഉണ്ടാവും. രണ്ടിനടുത്തുണ്ട്. ഇത് വേറൊരു ഊരാണ്, തമിഴ്നാടിന്റെ തന്നെ. തമിഴ്നാട്. തമിഴ്നാട്. ഇത് എത്ര ചോദിക്കുന്നത്? അത് 90 റുപ്യക്കുണ്ട്. 90. 85 ആവും കൊടുക്കാം. ഏകദേശം തൂക്കം എന്തായാലും 2-3 ഉള്ളിൽ ഉണ്ടാവും. ഒരു 2.5 ഉണ്ടാവും. ഇതൊക്കെ ഏകദേശം എത്ര ഉണ്ടാവും? ഇത് ഏകദേശം ഒരു 2ന്റെ ഉള്ളിലുണ്ടാവും. 75 റുപ്യക്കാണ്. 75 റുപ്യക്കാണ്. ഈ ബ്ലാക്കോ? ഈ ബ്ലാക്ക് 65 റുപ്യക്കാണ്. 60 റുപ്യ കിട്ടിയാൽ കൊടുക്കും. 60 കൊടുക്കും. നല്ല കാളല്ലേ? ഇത് നല്ല കാളയാണ്. കണ്ടോ, ഗീറല്ലേ? ഗീറല്ല, അത് കാങ്കയാണ്. കാങ്ക എത്ര? 85 ചോദിക്കുന്നുണ്ട്. 85. ഒരു 80 റുപ്യ കൊടുക്കാം. ഇതൊക്കെ നമ്മള് വന്നാൽ കുറക്കും. 5 റുപ്യ കുറച്ചിനോ? അതെന്തായാലും കുറക്കും. പിന്നെ ഓല് ചിലവര് നല്ല ചോദിച്ചു വാങ്ങും. ഭയങ്കര കഴിവാണത്. ചോദിച്ചു വാങ്ങാൻ ഭയങ്കര കഴിവാണ്. ചിലപ്പോ നമ്മൾ വാങ്ങിയാലും വില കുറച്ച് കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലേ? തൂക്കത്തിനാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, കുഴപ്പമില്ല. തൂക്കത്തിന് ചിലപ്പോ എന്താ പറയാ, അവിടെ എത്ര കിട്ടുന്നുണ്ട്, ഇവിടെ എത്ര കിട്ടുന്നു പറയും. നമ്മളെ പേടിപ്പിക്കും. അങ്ങനെയുണ്ട്. നേരെ കുറച്ച് തൂക്കിക്കൊണ്ട് നമ്മളെ തൂക്കത്തിന് റൈറ്റ് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് തൂക്കി. അതാണ്. ഇതൊക്കെ നമ്മൾ തൂക്കത്തിന് കൊടുക്കൂലേ? ഇത് കൊടുക്കും അല്ലേ? ഇതൊക്കെ റൈറ്റ് ആണ് 220. അല്ല, ഇത് 230 വരും. 230 ഇങ്ങനത്തെ കാള. വടക്കം കാളയാണ്. വടക്കം കാള അല്ലേ? ഇതൊക്കെ 230 വരും. ഇങ്ങനത്തെ കളറല്ലേ? മറ്റേതൊക്കെ നമുക്ക് 220 കൊടുക്കാം. പോത്താണ് 240 വരും. 240 വരും. ഒക്കെ നമ്മളിങ്ങനെ വന്നോട്ടെ. ആൾക്കാർ 10 രൂപ കമ്മിയായി കൊടുക്കാം. പോത്തിന് കുറച്ച് സെയിൽ കമ്മിയാണല്ലേ? കാളേനിപ്പോ സെയിൽ അതെന്താ വെച്ചാല് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇപ്പൊ പോത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാളയാണ് കൂടുതൽ ചെലവ്. നമ്മള് വന്നതിന് ശേഷം കണ്ടമാനം കാള ഇപ്പൊ ഇവിടെ
വിറ്റ കൂടുതലും കാളയാണ്. ആകെ 2 പോത്തേ വിറ്റിട്ടുള്ളൂ. പോയിട്ടുള്ളൂ. ആകെ 2 പോത്തേ വിറ്റിട്ടുള്ളൂ. ബാക്കിയൊക്കെ കാള വേദ. അതെ, നല്ല ഉശുരം കാളകളാണ്. മൈൽ കമ്മിറ്റിക്കാരൊക്കെ കൂടുതലും കാളേനെ എടുക്കണം. അതെ, ലാഭം പോത്തിന് വിട്ടുന്ന വില കൂടുതലെന്ന് പറയുമ്പോ പോത്തില് ശരിക്ക് ഇതിന്റെ നമ്മള് പോത്തും കാളും വെച്ചിട്ട് 1ാം സ്ഥാനം കാളക്കാണ്. ഈ ഉദയത്തെ അക്കിക്കത്തിന് കാണുന്നുണ്ടല്ലേ? അങ്ങനെ പറയുന്നത്. അങ്ങനെയാണല്ലേ. അപ്പൊ ഏത് സാധനത്തിനും മീറ്റ് നല്ലത്, ഇറച്ചി നല്ലത് പോത്താണ്. അതുകൊണ്ടാണ് എല്ലാവരും പോത്തിനെ പിടിക്കണത്. അതാണ്. ഇനിയിപ്പോ ഇതിപ്പോ സ്ഥലം എവിടെ വരണ്ടേ? ഇത് പാണ്ടിക്കാട് വലിയാത്രപ്പടി. വലിയാത്രപ്പടിയാണ്. പാണ്ടിക്കാട് മഞ്ചി റോഡ്. പാണ്ടിക്കാട് മഞ്ചി റോഡ്. മേറോഡിന്റെ വക്കിന് തന്നെയാണ്. വലിയാത്ര തമ്പാനങ്ങാടി എത്തുന്നതിന് മുമ്പുള്ള മഞ്ചിന്ന് വരുമ്പോ. നിങ്ങളെ വിളിച്ചാൽ നമ്മളെന്ന് പറഞ്ഞാണ് 94 47 25 73 20. ഈ നമ്പറിൽ ഏത് ടൈമിൽ വിളിച്ചാലും നിങ്ങളെ കിട്ടും. ഒരു പേടി പഠിച്ചാൽ ഒരു പേടിയും പേടി. അതാണ്. മലപ്പുറം ജില്ലയിലാണ്, പാണ്ടിക്കാടാണല്ലേ? അതെ, മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട്. പാണ്ടിക്കാട് മഞ്ചേരി റോഡിലാണ് വലിയാത്രപ്പടി. 1.5 കിലോമീറ്റർ. വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വിട്ടുകൊടുക്കും. വിട്ടുകൊടുക്കും. എത്ര വേണമെങ്കിലും നമ്മൾ സാധനം കൊടുക്കൂല. കൊടുക്കും. ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഈ ലൈനിൽ കിടക്കണൊക്കെ നമ്മൾ വിറ്റതാണ്. വിറ്റതാണല്ലേ? ഓ, 2-3 ദിവസം കൂടെ പോകും. ഒക്കെ പോകൂലേ? അതേമാതിരി ഈ ഒരു ലൈനാണ് ഇപ്പൊ ഉക്കാള് നിലവിലുള്ള. പിന്നെ കുറച്ച് പോത്താള് അവിടെ കൊക്കാണ്. അതെ, ഈ ലൈനൊക്കെ പോയതല്ലേ? അതൊക്കെ പോയതാണ്. അതെ, നിങ്ങളെ നിർത്തിയുള്ള പരിപാടി ഉണ്ടോ? നിർത്തി കൊടുക്കണ്ടേ? തലേസം കൊണ്ടുപോകണ കന്നാളുണ്ടപ്പോ ചില കന്നാളൊക്കെ തലേസം കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. അത് നമ്മള് ഭക്ഷണം വെള്ളം കൊടുത്താണ് സാധനം നോക്കുമ്പോൾ നോക്കൂ. അതെ. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എപ്പോ വേണമെങ്കിലും ഫോൺ എടുക്കൂലേ? ഫോൺ എടുക്കും. അവിടെ ഉറങ്ങാതെ കാത്തിരിക്കും. അതെ, അതൊന്നും പ്രശ്നമല്ല. അതാണ്.